എന്തിനാണ് ഈ 10ാം ക്ലാസ് കഴിഞ്ഞുകൊണ്ട് ACC ഒക്കെ വന്ന് എടുക്കുന്നത്? ഒന്നും രണ്ടും പിള്ളേരല്ല, ഇപ്പോൾ കുറേ പേരായി എൻ്റെ DM വന്ന് ചോദിക്കുന്നു. 10th റിസൾട്ടിന് വെയിറ്റ് ചെയ്യാണ്, ഇപ്പോൾ തന്നെ ACC എടുക്കട്ടെ, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അവരോട് ജസ്റ്റ് ചോദിക്കും, എന്തിനാ എത്ര നേരത്തെ ACC എടുക്കുന്നത്, എന്ത് ജോലിക്ക് പോകാൻ ആഗ്രഹം എന്നൊക്കെ. അപ്പോൾ അവർ പറയണത് ACC ആവാനാണ് ആഗ്രഹം എന്ന്. അപ്പോൾ ഞാൻ ഓക്കെ, ACC ആവാനാണ്, ACC കഴിഞ്ഞിട്ട് എന്ത് ജോബിന് പോകണമെന്ന് ചോദിക്കുമ്പോൾ അവർക്കത് അറിയില്ല. എന്ത് ജോബാണ് കിട്ടുക, എങ്ങനത്തെ ജോബാണ് കിട്ടുക, എന്ത് ലൈഫാണ് അവർക്ക് ഉണ്ടാവുക, ഒരു കാര്യം അറിയില്ല. എനിക്കറിയാം നിങ്ങളൊക്കെ ഈ മമ്മൂട്ടീനെയും മോഹൻലാലിനെയൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ ഈ ഒരു കോഴ്സിലേക്ക് വന്നത്. എന്നാൽ ഞാനൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞുതരാം. ഈ കാണുന്ന മമ്മൂട്ടി മോഹൻലാൽ ഒന്നുമല്ല നിങ്ങളെ പഠിപ്പിക്കാൻ പോണത്. അവർ ജസ്റ്റ് ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഫേസ് ആയിട്ട് വെക്കുന്നേ ഉള്ളൂ. അല്ലാതെ അവരും ഇൻസ്റ്റിറ്റ്യൂട്ടും അല്ലെങ്കിൽ നമ്മളും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു എലമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിൽ നിന്ന് മാറ്റി വയ്ക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ACC എടുത്തു തന്നെ വിചാരിക്കുക. നിങ്ങൾക്ക് 3-4 പേപ്പേഴ്സ് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ +1 +2 അത്ര എഫേർട്ട് ഇടണം. അതിൻ്റെ ട്യൂഷൻ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കാനോ ഒട്ടും സമയം ഉണ്ടാവും. എന്നിട്ട് +2 ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് അല്ല വേണ്ടത്, നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ അല്ല പോകേണ്ടതെന്ന് തീരുമാനിച്ചാൽ ആ പേപ്പേഴ്സ് പഠിച്ചതും അതിൻ്റെ ഫീസും അതിൻ്റെ എക്സാം ഫീസും എല്ലാം വേസ്റ്റാണ്. അത് മാത്രമല്ല, നിങ്ങളിത് കഴിഞ്ഞാലും ഡിഗ്രിയും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും നല്ലൊരു ജോബ് കിട്ടുകയാണെങ്കിൽ. എൻ്റെ ഡിഗ്രി ജൂണിലേ കഴിയുള്ളൂ. സോ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ മിക്കവാറും എല്ലാത്തിലും ഒരു ഡിഗ്രി ചോദിക്കുന്നുണ്ട്, BCom മാൻഡറ്ററി ആയിട്ട്. അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞുകൊണ്ടെങ്കിൽ ACC എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ എങ്കിലും ലോക്കായി പോകും. നിങ്ങൾക്ക് ആ ഒരു കരിയർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പിന്നെ ഉണ്ടാവില്ല. നിങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒന്ന് ഇതിലൊക്കെ പോയിട്ടാണ് കാണാൻ വയ്യാത്തതുകൊണ്ടോ ഞാൻ പറയണേ. നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ആദ്യം +1 +2 ഫോക്കസ് ചെയ്യും. അത് നന്നായിട്ട് പഠിക്കുക. അത് പഠിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ ബാക്കിയുള്ള സ്കിൽസ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം, നിങ്ങളുടെ കരിയർ എന്തായിരിക്കണം, ഈ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി വെക്കുക. കുറേ കോഴ്സുകളെ പറ്റി പഠിക്കുക, എന്നിട്ട് മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. ഇതിപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് അധികം കോഴ്സുകളെ പറ്റിയൊന്നും അറിയില്ല, അധികം കാര്യങ്ങൾ അറിയില്ല. ആകെ അറിയണത് ഈ ഒരു 2-3 ACCA അല്ലെങ്കിൽ CMA അങ്ങനത്തെ കോഴ്സുകളൊക്കെ ആയിരിക്കും. പോരാത്തതിന് ACCയിൽ ആദ്യത്തെ 4 പേപ്പറൊക്കെ ചെയ്യാൻ 6 മാസം ധാരാളമാണ്. അപ്പോൾ ആ ഒരു 6 മാസം ലാഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ ഒരു പ്രൊഫഷണൽ കോഴ്സ് 10ാം ക്ലാസ് കഴിഞ്ഞവരെ എടുക്കുകയാണെങ്കിൽ വേലിക്കിടന്ന ബാബിൻ്റെ അടുത്ത് കഴുത്ത് ചുറ്റുകയെന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയാവും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലോണം ആലോചിച്ച് ടൈം എടുത്ത് മാത്രം ചെയ്യുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ബൈ.